കഴിഞ്ഞ ചൊവ്വാഴ്ച അരിമ്പ്ര എന്ന സ്ഥലത്ത് ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടുവന്ന 5 വയസ്സ് വീതമുള്ള 3 പെൺകുട്ടികളിൽ ഒരാളുടെ കയ്യിൽ നിന്നും സ്വർണ്ണവള ബലമായിട്ട് ഊരിക്കൊണ്ടുപോയ ഒരു പ്രതിയാണ് ഇന്ന് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അരിമ്പ്ര തന്നെയുള്ള ഉമ്മർ എന്നയാളാണ്, 36 വയസ്സുള്ള ഉമ്മർ എന്നയാളാണ് കൊണ്ടോട്ടി പോലീസ് പിടികൂടിയിട്ടുള്ളത്. 2 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കുകൾക്കിടയിലും വളരെ സമർത്ഥമായാണ് പ്രതിയെ കൊണ്ടോട്ടി പോലീസ് പിടികൂടിയത്. ഉച്ചയ്ക്ക് സ്കൂള് വിട്ടു വന്ന കുട്ടികളെ ഈ കുട്ടി സ്വർണം അണിഞ്ഞാണ് പോകുന്നതെന്ന് ഈ പ്രതി, അയൽവാസിയായ പ്രതി നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അന്നേ ദിവസം ഈ ബസ് സ്റ്റോപ്പിലിറങ്ങി 100 മീറ്റർ അകലെയുള്ള കുട്ടികളുടെ വീട്ടിലേക്ക് കുട്ടികൾ സാധാരണഗതിയിൽ നടന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അന്ന് സ്കൂൾ ബസ് സ്റ്റോപ്പിലിറക്കി 3 കുട്ടികളും 100 മീറ്റർ അകലെയുള്ള ബൈ റോഡിൽ കൂടെ പോകുമ്പോൾ ഇയാളിത് കണ്ട് ഇയാൾക്ക് പറ്റിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കി ഇയാൾ അവിടെ ദൂരെ ഇരുന്ന ആൾ ആ റോഡിന് കുറുകെയുള്ള മറ്റൊരു പറമ്പിൽ ചാടിയിറങ്ങി ഈ കുട്ടികളുടെ മുന്നിലേക്ക് വന്ന് വീഴുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അയാൾ ബലമായിട്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചു പോയി. ബലമായിട്ട് ഊരിയെടുത്തുകൊണ്ട് അയാൾ പോയി. ഈ കുട്ടികൾ നമുക്ക് തന്ന മൊഴിയിൽ ഇയാൾ കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റും മുഖം തുണി കൊണ്ട് മറച്ചുമാണ് നമ്മളെ മൊഴിയിൽ തന്നിരുന്നത്. തുടർന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾക്കിടയിലും അത് വളരെ സമർത്ഥമായിട്ട് തന്നെ അതിൽ പരിസരങ്ങളിലും ഒക്കെ അന്വേഷിച്ച് നമ്മൾ CCTVകൾ പരിശോധിച്ചു. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു വെളുത്ത ഷർട്ടിട്ട ഒരാൾ നമ്മുടെ ഈ പ്രതി ആ പരിസരത്ത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ മുന്നുകൂടെ ഈ കുട്ടികൾ വരുന്നതിന് മുമ്പ് പോകുന്നത് നമ്മൾ കാണുന്നു. പക്ഷേ അയാൾ വെളുത്ത ഷർട്ടാണ് ധരിച്ചത്. നമുക്ക് കൂടുതൽ സംശയങ്ങളൊന്നുമില്ല. അതിനുശേഷം ഈ കുട്ടികളുടെ മുന്നിലേക്ക് ഇയാൾ വന്ന് ചാടുന്ന ഒരു വിഷ്വൽ നമുക്കൊരു CCTVയിൽ കിട്ടുകയുണ്ടായി. പക്ഷേ അതൊരു അവ്യക്തമായൊരു വിഷ്വലായിരുന്നു. പക്ഷെ എന്നാലും അത് വളരെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചപ്പോൾ കറുത്ത ഷർട്ടിട്ട ആൾ തന്നെയാണ് ചാടുന്നത്. പക്ഷേ ഈ കറുത്ത ഷർട്ടിൻ്റെ ഇടയിൽ വയറിൻ്റെ ഭാഗത്തൊരു വെള്ള നിറത്തിലുള്ള എന്തോ ഒരു നിറം കണ്ടു. അങ്ങനെ നമ്മൾ നമുക്ക് വീണ്ടും സംശയമായി. അപ്പോൾ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ അയാൾക്കും നല്ല ഒരു റെക്കോർഡല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. തുടർന്ന് നമ്മൾ വളരെ സമർത്ഥമായ രീതിയിൽ തന്നെ ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളെപ്പറ്റി നമ്മൾ അന്വേഷിക്കുകയും അത് ഏത് രീതിയിലാണെന്ന് ഞങ്ങളിപ്പോൾ പറയുന്നില്ല. അത് പിന്നീടുള്ള മറ്റുള്ള കേസന്വേഷണത്തിന് അത് മറ്റുള്ള കേസന്വേഷണങ്ങൾക്കും അത് ബാധിക്കുന്നതിനാൽ അതെങ്ങനെയാണെന്ന് കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. പക്ഷേ വളരെ 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 സമർത്ഥമായ കുറേ കാര്യങ്ങൾ നമ്മളുടെ നീക്കങ്ങളുടെ ഭാഗമായിട്ട് ഇയാളിൽ നിന്നും ഇയാൾ അന്നേ ദിവസം കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലായി. അതിനെ ബേസ് ചെയ്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് ഇയാൾ തന്നെയാണെന്ന് നമുക്കൊരു സംശയമുണ്ടായി. നമ്മൾ വളരെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യം അയാൾ കുറേ നിഷേധിച്ചെങ്കിലും ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇയാൾ കൊണ്ടുപോയി കൊടുത്ത വള നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. കൂടാതെ ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തു. ഏകദേശം 5 പവനോളം വരുന്ന സ്വർണ്ണവളയാണ് കുട്ടിയുടെ നഷ്ടമായത്. വളയും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി, അതിൻ്റെ പണവും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ കേസിലെ കാര്യം.